കടലോളം മുങ്ങിത്താഴും കൊച്ചി കായലിൻ മടിമേലെ ഒളിമങ്ങാതിങ്ങനെ നിൽപ്പൂ മുസിരീസിൻ വെട്ടം. നമ്മുടെ സ്വപ്നങ്ങൾ സ്വന്തമാക്കാൻ മുസിരിസിൽ പണിക്കൂലി ഒരു തടസ്സമാവില്ല. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നല്ല കിടിലൻ പ്രിയോണ്ട് ജ്വല്ലറി മുസിരിസ് ഗോൾഡിൽ നിന്നും ബജറ്റ് ഫ്രണ്ട്ലി ആയി സ്വന്തമാക്കാം. കലർപ്പില്ലാത്ത സ്വർണം, അതല്ലേ ഏറ്റവും നല്ല കരുതൽ. 4 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി കേരളത്തിന്റെ നമ്പർ 1 പ്രിയോൺ ജ്വല്ലറി മുസിരിസ് ഗോൾഡ്. അണിയൂ അനശ്വരമായ കഥകൾ. റബ്ബർ തോട്ടത്തിനുള്ളിൽ മരത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തി. പുനലൂരിൽ റബ്ബർ മരത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ കണ്ടെത്തിയ ജീർണിച്ച മൃതദേഹം പുരുഷന്റേതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇടതുകാലിന് അംഗവൈകല്യമുള്ള മധ്യവയസ്കനാണെന്നും കൊലപാതകമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വാരിയലിൽ ആഴത്തിലുള്ള കുത്തേറ്റിട്ടുണ്ട്. കൂടാതെ തലയ്ക്ക് മുറിവേറ്റിട്ടുണ്ട്. വാരിയലിനും തലയ്ക്കുമേറ്റ മുറിവാണ് മരണകാരണമെന്ന് പോലീസ് പറയുന്നു. പിച്ചാത്തി ഉപയോഗിച്ചാണ് മുറിവേൽപ്പിച്ചിട്ടുള്ളത്. മൃതദേഹത്തിന് 5 ദിവസം പഴക്കമുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം മൃതദേഹം ആരുടെയാണെന്ന് തിരിച്ചറിയാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. മറ്റെവിടെയോ നിന്നും മുക്കടവിലെ തോട്ടത്തിൽ എത്തിച്ച് മൃഗീയമായി കൊന്നതാണെന്ന നിഗമനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ചങ്ങലയിൽ ബന്ധിപ്പിച്ച് കൊല ചെയ്തതാണോ അതല്ല കൊന്ന ശേഷം ചങ്ങലയിൽ ബന്ധിപ്പിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിലേ ഇത്തരമൊരു കൊലപാതകം നടത്താൻ കഴിയുകയുള്ളെന്നും പോലീസ് വ്യക്തമാക്കി. പരിശോധനയ്ക്ക് എത്തിയ പോലീസ് നായ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തു നിന്നും മണം പിടിച്ച് വന്മല ഭാഗത്ത് വരെ എത്തി. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ കാട് മൂടിക്കിടക്കുന്ന റബ്ബർ തോട്ടം മുഴുവൻ അന്വേഷണ സംഘം പരിശോധന നടത്തി. മൃതദേഹത്തിന് സമീപത്തു നിന്നും കീറിയ സ്കൂൾ ബാഗും ഒഴിഞ്ഞ കന്നാസും മറ്റും കഴിഞ്ഞ ദിവസം പോലീസ് കണ്ടെത്തിയിരുന്നു. പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് കൃത്യത്തിന് പിന്നിലെന്ന് വ്യക്തമാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വ്യാഴാഴ്ച പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. DNA ടെസ്റ്റ് ഉൾപ്പെടെ നടത്തി ആളെ കണ്ടെത്താനാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. കൊട്ടാരക്കര ഡിവൈഎസ്പി ബിജോയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പ്രദേശവാസികളായ ചിലർ തോട്ടത്തിൽ മുളക് ശേഖരിക്കാൻ എത്തിയപ്പോഴാണ് മൃതദേഹം ശ്രദ്ധയിൽപ്പെട്ടത്. കൈകാലുകൾ വലിയ ഇരുമ്പ് ചങ്ങല ഉപയോഗിച്ച് ബന്ധിച്ച് മരത്തിൽ പൂട്ടിയ നിലയിൽ തറയിൽ കിടക്കുന്ന നിലവിലായിരുന്നു മൃതദേഹം കണ്ടത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ മൂക്കടവ് പാലത്തിന് സമീപത്തു നിന്നും 1/2 കിലോമീറ്റർ അകലെയാണ് ഒറ്റപ്പെട്ട റബ്ബർ തോട്ടമുള്ളത്. അടുത്ത കാലത്തിലായി ടാപ്പിംഗ് ഇല്ലാത്ത തോട്ടമാണിതെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.